പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തില്ല എന്നൊരു തിരിച്ചറിവ് ഇപ്പോ ജോൺ ബ്രിട്ടാസിന് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നു. അത് അദ്ദേഹം വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കത് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് മറ്റൊരു വാർത്തയുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. പേരുമാറ്റലുമായി ബന്ധപ്പെട്ട്, ഫോട്ടോ മാറ്റലുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. മാനക്കേട് കാരണം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇത് വാർത്ത കൊടുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. രാഷ്ട്രപതി ഭവനിലുള്ള ബ്രിട്ടീഷ് സൈനികരുടെ ഛായാചിത്രങ്ങൾ എടുത്ത് ആറ്റിലെറിഞ്ഞിരിക്കുന്നു. അതിന് പകരമായിട്ട് പരംവീർ ചക്ര ജേതാക്കളായിട്ടുള്ള നമ്മുടെ ധീര സൈനികരുടെ ചിത്രങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. ഒരു ഗാലറി ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ധീര സൈനികരുടെ ഫോട്ടോയാണ് ഇപ്പോ, ബ്രിട്ടീഷ് സൈനികരുടെ ഫോട്ടോ ഛായാചിത്രങ്ങൾ എടുത്ത് ആറ്റിലെറിഞ്ഞുകൊണ്ട് പതിപ്പിച്ചിരിക്കുന്നത്. ഇത് ഫോട്ടോ സഹിതം നമ്മുടെ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ കാലമായി രാഷ്ട്രപതി ഭവൻ ഗാലറിയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ സൈനികരുടെ ഛായാചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവ രാജ്യത്തെ പരംവീർ ചക്ര ജേതാക്കളുടെ ഛായാചിത്രങ്ങളാൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. രാഷ്ട്രപതി ഭവനിലെ പരംവീർ ഗാലറിയുടെ സൃഷ്ടി ഇന്ത്യയെ അടിമത്ത മനോഭാവത്തിൽ നിന്ന് പുതിയൊരു ബോധത്തിലേക്ക് മാറ്റുന്നതിനുള്ള പ്രചാരണത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നിരവധി ദ്വീപുകൾക്ക് പരംവീർ ചക്ര ജേതാക്കളുടെ പേരുകളും സർക്കാർ നൽകി. കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് സ്നേഹത്തിന്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ പോലും കോൺഗ്രസ് അധികാരം കിട്ടിയ 10-65 വർഷക്കാലവും ഉയർത്തിപ്പിടിച്ചിരുന്നത് ബ്രിട്ടീഷ് സൈനികരുടെ ഛായാചിത്രങ്ങളായിരുന്നു എന്നുള്ളത് എത്ര ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. നിരവധി ദ്വീപുകൾക്ക് പോലും ബ്രിട്ടീഷ് ആളുകളുടെ പേരിട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് ബ്രിട്ടീഷുകാരോടുള്ള സ്നേഹം പുലർത്തി മുന്നോട്ട് പോയിരുന്നത്. ബ്രിട്ടീഷുകാരോട് കോൺഗ്രസുകാർക്ക് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിയും. നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ പോലും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊലപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് സൈനികരുടെ ഛായാചിത്രങ്ങൾ നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ കോൺഗ്രസ് അലങ്കരിച്ചിരുന്നു, ഗാലറിയിൽ വെച്ചിരുന്നു എന്നുള്ളത് എത്ര ഗൗരവകരമായിട്ടുള്ള കാര്യ. കോൺഗ്രസ് അക്കാലം മുതൽ ഇക്കാലം വരെ രാജ്യത്തിനെതിരെയാണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയം അത്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഈ അടുത്ത് പോലും നമ്മുടെ കേരളത്തിൽ പോലും വന്ദേ ഭാരതിൽ ദേശഭക്തി ഗാനം, നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ളൊരു ദേശഭക്തി ഗാനം പാടുമ്പോഴേക്ക്, ആലപിക്കുമ്പോഴേക്ക് ഉറഞ്ഞതുള്ള അതിനെതിരെ ഇതൊക്കെ കോൺഗ്രസ് സൃഷ്ടിക്കുന്നതാ. കോൺഗ്രസ് വളവും ഒഴിച്ചുകൊണ്ട് സകല ആളുകളും മനസ്സിലാക്കണം, കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ആളുകളെ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വന്ദേ മാതരം ആലപിക്കാൻ മടിയുള്ള ആളുകള്, ഇവരൊക്കെ തന്നെ ഒരു കാര്യം അങ്ങ് തിരിച്ചറിയണോ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഓരോ ശ്വാസവും തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച ആളുകളുടെ ചിലവിലാണ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളും ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതൊന്ന് ഇത്തരം സകല രാജ്യവിരുദ്ധരും ഒന്ന് മനസ്സിലാക്കണം, ഓർത്തു വെക്കണം. അവ നമ്മുടെ ധീര സൈനികരുടെ ഛായാചിത്രങ്ങള്, നമ്മുടെ ധീര സൈനികർ, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട സംസ്കാരവും പൈതൃകവും പാരമ്പര്യവുമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ഓരോ ഭാരതീയനും അഭിമാനിക്കാം. ഇപ്പൊ പ്രതിപക്ഷത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തമ്മത്തല്ല. രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് പോയിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറയാ. രാജ്യത്തിനെ ലോകത്ത് ഇതുപോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവില്ല. ലോകത്തേത് രാജ്യത്തും പ്രതിപക്ഷ നേതാവും ഭരണപക്ഷമൊക്കെ ഉണ്ടാവും. അവരൊക്കെ തന്നെ അവരുടെ പൊളിറ്റിക്സ് രാജ്യത്തിനകത്താ ചർച്ച ചെയ്യാം. പുറത്തു പോയാൽ സ്വന്തം രാജ്യത്തെ ഒരിക്കലും കുറ്റം പറയില്ല. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതെങ്കിലും BMW ഷോപ്പ് പോയാൽ പോലും അവിടെ നിന്ന് വിളിച്ചു പറയും, നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് പറയും. ഇതുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു. നിങ്ങൾ പ്രത്യേകം ഓർക്കണം, പ്രതിപക്ഷം തമ്മിൽ തല്ല. കോൺഗ്രസ്, ഇടതുപക്ഷം, DMK ഇവര് തമ്മിൽ തല്ല. ഇവരെങ്ങാനും രാജ്യമൊക്കെ ഭരിച്ചാൽ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് അവസരം മുതലെടുത്തിട്ട് സകല ജിഹാദികൾ കുറഞ്ഞതുള്ളില്ലേ, സകല ഭാഗങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവില്ലേ. തമ്മിൽ ഒരു ഐക്യവുമില്ലാത്ത ഈ പ്രതിപക്ഷം ഒരിക്കലും അധികാരത്തിലെത്താതെ ഇരിക്കേണ്ടത്
ഈ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും അത്യാവശ്യ നമ്മുടെ സമാധാന തകരുക. ഈ തമ്മ് തല്ലുന്ന ആളുകളെങ്ങാനും അധികാരത്തിലെത്തിയ രാജ്യം കുട്ടിച്ചൊറാവും. നിങ്ങൾ കേൾക്കൂ, തമ്മ് തല്ലുന്നത് നിങ്ങൾ കേട്ടു. ഇന്ത്യൻ പാർലമെന്റിന്റെ കലണ്ടർ, വർഷകാല സമ്മേളനത്തിന്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ കലണ്ടർ പരിശോധിച്ചാൽ എനിക്കറിയാവുന്ന പോലെ ഒരു 3.5-4 പതിറ്റാണ്ട് കാലത്ത് ഈ വർഷകാല കലണ്ടർ ഏറെക്കുറെ ഈ തീയതികളിൽ തന്നെയാണ്. തുടങ്ങുന്ന തീയതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയത്. അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ 21-ാം തീയതി 22-ാം തീയതി, അത് നേരത്തെ അവസാനിക്കുന്നു. നോക്കുക, ഈ കലണ്ടർ ഏവർക്കും അറിയാവുന്നതാണ്. ഈ കലണ്ടർ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഈ കലണ്ടറിൻ്റെ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ പാർട്ടിയിലെ ആൾക്കാരല്ലേ പറയേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടി ഏറ്റെടുക്കുമോ? ലോക്സഭയിൽ ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് വേണമെന്നുള്ളൊരു അഭിപ്രായം അംഗീകരിക്കുന്നു. ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം. എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയല്ല, പക്ഷേങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെൻറ്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു, എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത്? മൂപ്പറെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ആൾക്കാർ രാവും പകലും ഇരുന്നിട്ട് ഈ ബില്ലിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സിഡസ്, എന്താണ്, ഏത് വണ്ടിയാണ്, BMW മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു, കാറിൽ കയറി പരിശോധിക്കുന്നു. അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ BMW അവിടെ ഇല്ലേ? ആ കമ്പനി പോവുക, അവിടുന്ന് പൂട്ടിപ്പോവുക. ഇന്ത്യയിലുള്ള കമ്പനിയൊന്നുമല്ലോ പെട്ടെന്ന് പൂട്ടിപ്പോകാൻ വേണ്ടി, അവിടുത്തെ കമ്പനിയല്ലേ. ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വീണ്ടും ആ കാറിൽ കയറാമല്ലോ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ BMW കാറുകൾ. ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെൻറ്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ. എന്നാൽ ഇതൊന്നും ഞാൻ പറയണതല്ല, ഇത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട MP-മാർ ഞങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. നിങ്ങൾ കേട്ടില്ലേ, തമ്മ് തല്ലാണ്. എന്തൊക്കെ പറഞ്ഞാലും ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ ന്യായമായ കാര്യമാണ്. പ്രധാനപ്പെട്ട ബില്ലുകള് സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗാന്ധിയൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു വിഷയത്തില് രാഹുൽ ഗാന്ധി ടൂറില BMW ഷോപ്പില് വളരെ ലളിതമായിട്ട് ബ്രിട്ടാസ് ചോദിക്കുന്നുണ്ട്, ആ BMW ആയിട്ട് ഇങ്ങോട്ടേക്ക് പോന്നൂടെ? ഇതെന്തേ ഒരാഴ്ച കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ? തീർത്തും ന്യായമായ ചോദ്യങ്ങള്. ഈ DMK, ഇടതുപക്ഷം, ഈ പറയുന്ന ഇവരൊക്കെ തമ്മത്തല്ല. ഇത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം. ഈ രാഹുൽ ഗാന്ധി ഒരു സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ കാണുന്ന പോലില്ല. എത്ര ദയനീയമായിട്ടാണ് ബ്രിട്ടാസ് പറയുന്നത്. ഒരു ഫുൾ ടൈം ഒരു പ്രതിപക്ഷ നേതാവിന് രാജ്യത്തിന് ആവശ്യമുള്ളത്. ടൂറടിയാണ് രാഹുൽ ഗാന്ധിയുടെ മെയിൻ ഏർപ്പാട്. രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന പണിയല്ല പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം പോലും എന്നുള്ളത് പച്ചക്ക് ബ്രിട്ടാസ് അങ്ങ് പറയുന്നുണ്ട്. ബ്രിട്ടാസ് പറയുന്നത് കേട്ടാൽ തന്നെ വളരെ വ്യക്തമാണ്, ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് ഈ രാഹുൽ ഗാന്ധിയെ വെച്ച് അധികാരത്തിലൊന്നും എത്താൻ സാധിക്കില്ല എന്ന് ബ്രിട്ടാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് സമയത്താണ് ഇത് സഭ കൂടുക ഇതൊക്കെ എല്ലാ ആളുകൾക്കും അറിയില്ലേ. എന്തിനാണ് ഇപ്പൊ BMW ഷോപ്പിലേക്ക് ഓടിയത് എന്ന്? BMW ഷോപ്പിലെത്തിയിട്ടോ പരമാവധി രാജ്യത്തിന് ഒരു രാജ്യവിരുദ്ധൻ എന്ന രീതിയിലല്ലേ ഈ രാഹുൽ ഗാന്ധി എല്ലാ സമയങ്ങളിലും പ്രസ്താവന നടത്താറുള്ളത്? അപ്പൊ ഓരോ ആളുകളും ചിന്തിക്കുക, വെറുതെ അല്ല കോൺഗ്രസ് ഭരിച്ച ആ കാലം അത്രയും നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ ബ്രിട്ടീഷ് സൈനികരുടെ ഛായാചിത്രം പോലും ഉള്ളതും ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയേണ്ടതാ. ബ്രിട്ടാസ് ഏതായാലും ഒരു കാര്യം അങ്ങ് വിളിച്ചെന്നിട്ടുണ്ട്, ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നിരക്ക് ആവശ്യമുണ്ട് എന്ന്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊന്നും ഒരിക്കലും രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലെത്താൻ പോകുന്നില്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.